പോലീസ് MVD സംയുക്ത പരിശോധന 24 മണിക്കൂറും. ഹെൽമറ്റിലും സീറ്റ് ബെൽറ്റിലും നടപടി കടുപ്പിച്ച സർക്കാർ. സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ റോഡുകളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് സംയുക്ത പരിശോധന നടത്താൻ തീരുമാനം. റോഡിൽ 24 മണിക്കൂറും പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ച് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത ഉന്നതതല പോലീസ് യോഗത്തിലാണ് നടപടികൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. യോഗ തീരുമാനങ്ങൾ നാളെ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തെ അറിയിക്കും. അടുത്തിടെ ആലപ്പുഴയിലും പാലക്കാടും പത്തനംതിട്ടയിലും ഉണ്ടായ അപകടങ്ങളിൽ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, അമിത വേഗതയിൽ വാഹനമോടിക്കൽ, അശ്രദ്ധമായി വണ്ടിയോടിക്കൽ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇതിനു പുറമെ ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനമോടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാർ ഓടിക്കൽ എന്നിവയ്ക്കെതിരെയും നടപടികൾ കടുപ്പിക്കും. ഇതിനായി റോഡുകളിൽ 24 മണിക്കൂറും പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ച് കർശന പരിശോധന നടത്തും. ഹൈവേകളിൽ 24 മണിക്കൂറും സ്പീഡ് റഡാറുമായാണ് പരിശോധന നടത്തുക. നിലവിൽ സംസ്ഥാനത്ത് 675 AI ക്യാമറകളാണുള്ളത്. ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ AI ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു. AI ക്യാമറകൾ പുതിയതായി സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താൻ യോഗം ട്രാഫിക് IGയോട് നിർദ്ദേശിച്ചു. IGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ AI ക്യാമറകൾ സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു.